ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ നുമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്റ്റിയർ ഒരു സ്ഥലത്താണ് കേട്ടോ. ഓസ്ട്രിയയിലെ ഒരു ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. ഞാൻ രാവിലെ തന്നെ ഇവിടെ ഓംലേറ്റ് ഉണ്ടാക്കുവാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണ്. ഇവിടെ മുട്ട ഉണ്ടാക്കുവാണ്. ഇന്ന് ഞാൻ ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് ദൊറോത്തേക്ക് കൊടുക്കുവാണ്. ദൊറോത്ത, good morning. Good morning. How was your sleep? Very good. Very good. I hope you slept well too. Very well. Yeah, nice. അങ്ങനെ നമ്മുടെ ഇതുണ്ടാക്കട്ടെ. Good morning. What are you doing in my kitchen? Wherever I go, I make omelette. Nice. Because I don't know how to make anything else. It will be mixed now. എൻ്റെ പൊളിഞ്ഞ ഓംലേറ്റും പൊളിയാത്ത ഓംലേറ്റും. Thank you so much. പ്രൊവേച്ചോ. So breakfast no hand, right? Only for lunch and dinner. Yeah. It's a upper Austrian culture or the Austrian culture? No, it's just in this house. That's nice. Yeah. വാ, ഇവരുടെ വീട്ടിൽ മാത്രമുള്ള ഇതാണ് കേട്ടോ കൈ പിടിക്കുന്നത്. അപ്പോൾ ബ്രെഡ്, അത് ഇത് കോഫി. ഓക്കെ. Thank you so much. You always wash dishes. I like washing, I like cleaning. Very nice. Very nice. I'm happy to see you like this in my kitchen. നമ്മൾ ഇനി കുറച്ച് സ്ഥലത്തൊക്കെ പോവാണ്. പോസ്റ്റ് ഓഫീസിൽ പോകുന്നു, പിന്നെ ഹൈക്കിന് പോവാണ്, പിന്നെ സ്വിമ്മിങ്ങിന് പോവാണ്. ഇവിടെ ബോയിൽ ചെയ്യുവാണ് കേട്ടോ. ചൂടാണ് കേട്ടോ. എന്ത് ചൂട്. നല്ല വേല. ഞാൻ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിലോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ നമുക്ക് വന്ന് സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ഇതാണ് കേട്ടോ. ഇതിൽ ഓൾറെഡി ഉണ്ടാവും. നമ്മൾ കോഡടിച്ചിട്ട് നമ്മുടെ സാധനങ്ങൾ എടുക്കുക. പിന്നെ ഇവിടെ ഒരു ബാങ്ക് ഉണ്ട്. ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. നമ്മുടെ ഈ കാണുന്നതിന് 400 രൂപ 420 രൂപ ഉണ്ട്. നമുക്കൊന്നുകിൽ ഇങ്ങനെ ഇവിടുന്ന് കൊടുത്തിട്ട് നമുക്ക് സാധനം അയക്കാം, അല്ലെങ്കിൽ അവിടെ മെഷീനുണ്ട് കേട്ടോ. മെഷീനിൽ നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നു. ഏതോ പഴയ ഗ്രാമത്തിലൂടെയൊക്കെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. മലയിലോട്ട് നടക്കാനാണ് പോകുന്നത്. അത്യാവശ്യം മല നമ്മൾ കയറുന്നത് ഈ വണ്ടി തന്നെയാണ്. അവിടെയൊക്കെ ഉണ്ടാവും മലമുകളിലൊക്കെ വീടുകളും. നമ്മളേതോ മല കയറി പോവുകയാണ് കേട്ടോ. ഇവിടെ നടക്കാനുള്ള കുറേ ട്രെയിലുകളൊക്കെ ഉണ്ട് ഈ മരങ്ങൾക്കിടയിൽ കൂടെ. ഇവിടെ നിന്ന് നമുക്ക് താഴോട്ടുള്ള നമ്മുടെ നഗര കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. കാരണം മല കയറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതൊക്കെ വീടുകളാണ് കേട്ടോ. മലകളിലുള്ള ആളുകളുടെ വീടുകളൊക്കെയാണ്. ഇവിടെ താണ്ടെ വീടുകൾ പണിയുന്ന ഇതുപോലത്തുള്ള ബ്രിക്ക് വെച്ചിട്ടാണ്. അങ്ങനെ നമ്മുടെ ട്രെയിനിലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ്. Let's go. ചലോ. No, you learn this. Va പോകാം. Yeah, va പോകാം. ചലോ in yeah, ചലോ in മലയാളം. Okay. ഇവിടെ നമ്മുടെ സൈക്കിളിൻ്റെ ഇതുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ നമ്മുടെ ട്രെയിനിൻ്റെ ഒരു റൂട്ട്. ഒരു അരമണിക്കൂർ നമ്മളിങ്ങനെ നടന്നിട്ട് വരാനായിട്ട് പോവാം. ഈ കാണുന്നതൊക്കെ നമ്മുടെ ട്രെയിനിൻ്റെ വഴിയാണ്. ഇതിലേക്കൂടെ ചെറിയ ഷോർട്ട് വഴിയുണ്ട്. പിന്നെ ഫുള്ള് പൈൻ കാടുകളാണ് ഇവിടെ. ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഒരു ചാപ്പലില്ലേ, ആ കാണുന്ന ഒരു ചാപ്പലാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയ ചാപ്പലുണ്ട്. നടക്കാൻ വരുന്നവർക്ക് എല്ലാവർക്കും ഇങ്ങനെ ട്രെയിനിൽ വിരിച്ച് ഇരിക്കാനുള്ള ഇതൊക്കെ വുഡൻ ഇതൊക്കെ ഉണ്ട്. പിന്നെ നല്ല ട്രെയിൽ വഴിയാണ്. സോ no, they are like, you go away from here. They are like, hi bro, come up. നമ്മള് കാട്ടിലൂടെ we have arrived. ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഈ വുഡനില്ല, അതിൻ്റെ മുകളിൽ കയറണം. എത്ര കൗണ്ട് ഉണ്ടോന്നോ. 60, 61, 62, 63, 64, 65 ഇങ്ങനെ കയറി പോവാ. അയ്യോ, 66, 67, 68, 69, 70. ഏകദേശം 155 ഉണ്ട്. അവിടെ ഒരു ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഒരു ഇതുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ നമ്മുടെ ഇവരുടെ സ്ഥലം. പിന്നെ അങ്ങോട്ട് നമ്മുടെ ചെക്കിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. ചെക്ക് റിപ്പബ്ലിക്, ചെക്കിയ,
അവരുടെ ഒരു സൈഡാണ്. ഇവിടുന്ന് നമുക്കൊരു 360 വ്യൂ കിട്ടും. In the book that we were here. വാവ്, ദാറ്റ്സ് നൈസ്. നമ്മളിവിടെ വന്നായിരുന്നു എന്ന് നമുക്ക് ബുക്കിൽ എഴുതിയിടാം. Oh, it's full. It's already full. But normally this is on top of a mountain where there is a cross, then there's a book and you can write the date and with whom you were here and if something happened. ഇവിടെ പൊതുവെ എല്ലാ മലകളിലും ഒരു കുരിശും കാണും, പിന്നെ ഇതും കാണും കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള മലനിരകൾ. ഇതാണ് കേട്ടോ നമ്മുടെ ഓസ്ട്രിയൻ മലനിരകൾ. ഓസ്ട്രിയയിൽ ധാരാളം ആൽപ്സിൻ്റെ ധാരാളം കാണാനായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇത് ആൽപ്സിൻ്റെ റീജിയൻ ഒന്നുമല്ല. ഇതിലേക്കൂടെയാണ് നമ്മൾ ഇറങ്ങി വന്നത്. ഫുള്ള് കടന്തലാണ്. ഇവിടെ നടന്നു വരുമ്പോൾ ഇവിടെ ഓരോ ആളുകളുടെ പാടങ്ങൾ. നമ്മൾ വേറെ മലനിരകളിലോട്ട് പോകാനായിട്ട് വണ്ടി പോകാനുള്ള സൗകര്യം ഉണ്ടല്ലോ, അതിനായിട്ടുള്ള വഴിയാണ്. നമ്മൾ പക്ഷേ താഴോട്ട് ഇങ്ങനെ നടന്ന് ഇനി തിരിച്ചു പോവാം. ഇവിടെ ഒരു ചെറിയൊരു ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കൊന്ന് വിൻ്ററിനൊക്കെ വന്ന് താമസിക്കാനൊക്കെ. വണ്ടിയിൽ വീണ്ടും കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ നീന്താനായിട്ട് വന്നു. അതുപോലെ ഇന്ന് നമ്മൾ നീന്താനായിട്ട് വന്നിരിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന സെയിം സ്ഥലത്ത് തന്നെ കുളിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കുറേ ആൾക്കാർ അംബ്രലേക്ക് വെച്ച് അവിടെ കിടക്കുക. അവിടെയും വൈകുന്നേരമാണ് കേട്ടോ കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത്. ഇപ്പോൾ അധികം ആൾക്കാരില്ല. ഇവിടെ അത്യാവശ്യം ആഴമൊക്കെ ഉണ്ട്. ഇവിടെ കുളിച്ചിട്ട് ഇവിടെ ബീച്ചിലോട്ട് വന്നു. കുളിച്ച് പോവുകയാണ് കേട്ടോ. ഇവിടെ അരയിനങ്ങൾ നോക്കിക്കേ, എന്തൊക്കെ ഒറ്റായിട്ട് അവർ പോകുന്ന നോക്കിക്കേ. ഇവിടെ വേറെ ഒന്ന് പുറകിൽ ഫോളോ ചെയ്ത് പോവാം. നേരത്തെ നമ്മൾ കാറിൻ്റെ പാർക്കിലോട്ട് വന്ന് നോക്കിക്കേ. അപ്പുപ്പം വരെ സുഖമായിട്ട് ഒരു നല്ല വൃദ്ധനായിട്ടുള്ള ഒരു പുള്ളിയാണ് കേട്ടോ ഈ സാധനത്തിൽ നിന്നിട്ട് തഴഞ്ഞ് പോകുന്നത്. പോകുന്ന വഴിയിൽ പയ്യന്മാരൊക്കെ ചാടാൻ വേണ്ടിയിരിക്കുകയാണ് താഴോട്ട് കേട്ടോ. കമാൺ ബ്രോ, ജംപ്. നമ്മളവിടെ പോയിട്ട് വീണ്ടും വന്ന് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ സൂപ്പും ഇവിടെ വെജിറ്റബിളും ആണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. ഇത് നമ്മുടെ പൊട്ടാറ്റോയുടെ സൂപ്പാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ്. ദിസ് ഇസ് ഉരുളക്കിഴങ്ങ്. You remember how to say? ഉരുളക്കിഴങ്ങ്. Do you remember the Austrian word? Yeah. Apple. No. Erdapfel. യാത്താഫിൾ. അപ്പോൾ ഇതുണ്ടാക്കുന്നത് യാത്താഫിളിനെ അവർ ബോയിൽ ചെയ്തിട്ട് കുറച്ച് സ്പൈസസ് ഇട്ടിട്ട് അതിനെ പുഴുങ്ങിയെടുക്കും. പിന്നെ അതിൽ കുറച്ച് ക്യാരറ്റ്, പിന്നെ ഒരു തുള്ളി വിനിഗർ ഇടും. പിന്നെ അതിൻ്റെ കൂടെ ഫസ്റ്റ് ഇടുന്നത് എന്താ, മാവുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഈ കാണുന്ന ഈ സാധനം സൂപ്പ് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി, നല്ല ടേസ്റ്റി സൂപ്പ്. Me to sing a song for you? Yeah. If you want, okay, I will. ഏത് പാട്ട് പാടണം? I'm thinking I will sing for you. അമ്മയ്ക്ക് ഞാനൊരു പാട്ട് പാടി കൊടുക്കണമെന്ന്, അതുകൊണ്ട് ഞാൻ പാട്ട് പാടും. സ്പെഷ്യൽ സോങ് ഡെഡിക്കേറ്റഡ് ഫോർ യുവർ മമ. ഒന്നാനാം ഉല്ലാസ യാത്ര പോയപ്പോൾ ഒരു മഞ്ച, അയ്യോ മറന്നുപോയി. ഇതിൽ കഴിഞ്ഞിട്ട് അടുത്ത കോഫിയും കുറച്ച് കേക്കും കഴിക്കാണ്. ഹൗ വാസ് മൈ സോങ്? മൈ സോങ് വെരി ഗുഡ്. Very good, beautiful. ഞാൻ ഓൾറെഡി നല്ലതുപോലെ പാട്ടൊക്കെ പാടിക്കൊടുത്തു. ഇനി അമ്മ പാടാൻ വേണ്ടി പോവാം. Okay. Gesegnete Mahlzeit. Mahlzeit. Yeah. Enjoy. ഇന്ന് നമ്മൾ അതിനുശേഷം ഇവിടെ റാസ്ബെറി ഉറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടെ ഫുള്ള് റാസ്ബെറിയാണ്. ഞാനങ്ങനെ ഇത്രയും റാസ്ബെറി ഉറിച്ചു കേട്ടോ. ഇവിടുന്ന് ഗാർഡനിൽ നിന്ന് ഇതാ ഡയറക്റ്റ് സ്ട്രോബെറി ഉറിക്കുന്നു. അതൊരു ടേസ്റ്റ് കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ ഇത്രയും ടേസ്റ്റുള്ള സ്ട്രോബെറി സത്യത്തിൽ ഇതുവരെ ആയിട്ട് കഴിച്ചിട്ടില്ല എന്നൊന്നും. നമ്മുടെ ഗിനിപ്പിഗില്ലേ, ഗിനിപ്പന്നിയാണ് കേട്ടോ ഇവിടുത്തെ പെറ്റാണ് കേട്ടോ. നോക്കി എന്ത് ക്യൂട്ടാണെന്ന് നോക്കിക്കേ. അതിൻ്റെ വീടാണ് അവിടെ മുകളിലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അതിനെ മുടി കെട്ടുകയാണ്, നഖം വെട്ടുവാണ്. He doesn't like, right? അവനൊട്ടും ഇഷ്ടമല്ല കേട്ടോ ഇത്. Schläft es ja weniger. Angreifen darfst du nicht. Not touch. No touch. He is very shy. Oh, very shy. Wenn du am Arm wegschneiden.
കേട്ടോ ഇതിന്റെ പല്ല്. ഇവിടെ നഖം വെട്ടം നോക്കിക്കേ, ഗിനിപ്പന്നീര. ഇതിന്റെ നഖം ഭയങ്കര വലുതാണല്ലോ. നഖം പെട്ടെന്ന് നല്ലോണം വളരും കേട്ടോ ഇതിനൊക്കെ. Kannst da mehr wegschneiden? So schnell nicht an. Tor. ഇവിടെ അടുത്ത മുടി വെട്ടുന്നു. Das ist ein Tor da, das ist nicht so Uhr. Gut, Schatzi, so alle schneiden wir nicht an. Haben wir zumindest gesagt. Wir müssen ja Gott sei Dank nicht auf einen Schönheitswettbewerb mit ihr. ഇവിടെ നമ്മുടെ വീട് ഇതൊക്കെ വൃത്തിയാക്കി കേട്ടോ. ഇവിടെയൊക്കെ കുറേ വൃത്തിയാക്കി. ഇനി ഒന്നിനെ കുളിപ്പിക്കാൻ പോവാണ്, ബാക്കി രണ്ടെണ്ണത്തിന് ഇവിടെ വിടുവാണ്. Mama. Oh, we forgot the food. വീട്ടിൻ്റെ അകത്ത് കയറി കേട്ടോ. അതും ഇതിന്റെ മാളമാണ്. Mama, ist das zu viel für einmal? നമ്മുടെ ദൊറോത്തയുടെ വീട്ടിൽ ദൊറോത്തയുടെ കിനിപ്പിക്കിനെ കുളിപ്പിക്കാൻ വേണ്ടി പോവാണ്. She already pooped. Ja, weil es ist nicht jeder Körper, der Amerika. ഇതിനൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഭക്ഷണം ഡബ്ലിങ്സ് ആണ് കേട്ടോ ഈ കാണുന്നത്. Nein, dann müssen wir es noch nicht tun. Wirklich, sonst nicht. What is this? Meat. Meat. But ഇതിന്റെ we ഇറച്ചിയാ. put this one's back. Gesegnete Mahlzeit. Gesegnete Mahlzeit. Yes. Enjoy. More is coming. It's not everything you get. നമ്മുടെ സലാഡ്, പിന്നെ ഇതാണ് കേട്ടോ ഡബ്ലിങ്സ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ സൂപ്പ്, ഉച്ചയ്ക്കുള്ള സൂപ്പ് ഞാനത് കുടിക്കണം, നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിഞ്ഞ ദിവസം കിടന്നുറങ്ങി, രാവിലെ എണീറ്റു, ഭക്ഷണം കഴിച്ചു, ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഇന്ന് ഇവിടെ മഴക്കോളാണല്ലോ, അത്യാവശ്യം നല്ല മഴക്കോളാണ് കേട്ടോ. നമ്മൾ ലിൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഐക്കിയയിലോട്ട് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടുത്തെ ഗ്യാസ് പ്രൈസ്, ബെൻസീൻ, ഹൗ മച്ച് ഫോർ ദ ഗ്യാസ്? ഡീസൽ ഇതോ കിടക്കുന്ന കേട്ടോ. ഡീസലിൻ്റെ പ്രൈസ് 19. ഇത് ലിറ്ററിനല്ലേ അതോ 1 ആണോ 1.9 ആണോ അറിയില്ല കേട്ടോ, എനിക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല. മനോഹരമായിട്ടുള്ള വഴികളിലൂടെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് വലിയ മഴക്കോള് അന്തരീക്ഷത്ത് കാണുന്നുണ്ട്. ഇതാ നല്ല മഴ ഉണ്ട് കേട്ടോ. ഫുൾ ഇതുപോലെ കുറേ വൈക്കോൽ ഗ്രൗണ്ടിൻ്റെ, വൈക്കോലല്ലോ, കരിമ്പ് തോട്ടങ്ങൾക്കിടയിലൂടെയാണ് ഇവിടെ അങ്ങനെ മഴയും പെയ്തു തുടങ്ങിയതാ. ഈ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ ഗ്രാമങ്ങളിലെ വീടുകൾ, വലിയ വലിയ വീടുകളാണ്. ഇതെല്ലാം ഇവരുടെ ഫാമിങ്ങിനൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ ഇവർ ഇതുപോലുള്ള വലിയ, ഇതിൻ്റെ അകത്ത് ട്രാക്ടർ, കന്നുകാലികൾ എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ കൊള്ളും. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള വലിയ വലിയ വീടുകൾ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഐക്യയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഓസ്ട്രിയയുടെയും അവരുടെ ഐക്യയുടെ രാജ്യമായിട്ടുള്ള സ്വീഡൻ്റെയും ഫ്ലാഗാണ് കേട്ടോ പറക്കുന്നത്. സ്വീഡിഷ് കമ്പനിയാണ് ഐക്യ എന്ന് പറയുന്നത്. ലോകമൊത്തം ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള ഒരു ഫർണിച്ചറിൻ്റെയൊക്കെ ഇതുള്ള ഇതാണ്. ഐക്യയുടെ അകത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഐക്യയിലെല്ലാം നല്ല രസമായിട്ടാണ് ഇവർ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഇവരുടെ ഒരു വിജയം. പിന്നെ പല ആളുകളും ഇവിടെ എന്ന് പറയുമ്പം ഇവർ ഹാങ് ഔട്ടിങ്ങിനായിട്ട് വരുന്ന ഒരു സ്പേസ് പോലെയാണ് കേട്ടോ ഐക്യ ഇവർക്കെന്ന് പറയുമ്പോൾ. ഐക്യയുടെ അകത്ത് തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് വന്ന് ഫുഡ് വന്ന് വാങ്ങിച്ച് കഴിക്കാം. എന്താ അല്ലേ, പലതരത്തിലുള്ള ഫുഡ് നമുക്ക് ഇതിലെടുത്തിട്ട് ഇവിടെ നിന്ന് വാങ്ങാം. ഇവിടെ പുഡിങ്സുകൾ. ഇവിടെ ലാസ്റ്റ് പൈസ കൊടുക്കാൻ വേണ്ടി വന്നപ്പം അവൾ പറയാണ് നോ മമ്മ ഇൻവൈറ്റ്, മമ്മ കാർഡ് കൊടുത്തു വിട്ടു കേട്ടോ. മമ്മ നമുക്ക് വേണ്ടി ഓൾറെഡി കേട്ടോ. പുള്ളിക്കാരി ഭയങ്കര സ്നേഹം കേട്ടോ. പൈസ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ പുള്ളിക്കാരി മോളെടുത്ത് കാർഡ് കൊടുത്തിട്ട് പറഞ്ഞില്ല, അവനും കൂടെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് കാർഡ് കൊടുത്തു വിട്ടു. ഇതാണ് കേട്ടോ നമ്മുടെ ഭക്ഷണം. സാലഡൊക്കെ തൂക്കം നോക്കിയാണ്. ഈ കാണുന്ന സാലഡിന് 600 രൂപ അടുപ്പിച്ച്, പിന്നെ ഇതിന് 1000 രൂപ, ഇതിന് 85,200 രൂപ. നമ്മുടെ സാലഡ്, ദിസ് ഈസ് എ മീറ്റ് ബോൾ റൈറ്റ്? ഇതാണ് കേട്ടോ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഇവിടുത്തെ ഒരു മീറ്റ് ബോളും പിന്നെ സ്മാഷ്ഡ് പൊട്ടാറ്റോവും. പിന്നെ ഈ കാണുന്നത് വേറെ എന്താണ്? വാട്ട് വാസ് ഇറ്റ്? Mushrooms in sauce. ഇത് മഷ്റൂം, സോസിലിട്ട മഷ്റൂം. ആൻഡ് ദിസ് ഈസ്
like dumpling, ഡബ്ലിങ്സ് but they cut. എന്തോ ഒരു ഡബ്ലിംഗ് ആണ് കേട്ടോ, എനിക്ക് അറിഞ്ഞൂടാ. ഇതാണ് ഇവിടുത്തെ ഒരു ഏരിയ, നല്ലൊരു രസമുണ്ട് കേട്ടോ. Gesegnete Mahlzeit. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഐക്കയുടെ സെക്ഷനിലോട്ട് വന്നതാണ് കേട്ടോ. നല്ല രസമുള്ള രീതിയിലാണ് ഇവർ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം. നമ്മളൊരു കബോർഡ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഐക്കിയയിലെ വേറൊരു ഗുണമെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്യാം. നമ്മുടെ വീടിൻ്റെ സൈസൊക്കെ വെച്ചിട്ട് എങ്ങനെ നമുക്ക് കബോർഡ് വയ്ക്കാം, എന്തൊക്കെ അതിൽ ആഡ് ചെയ്യാം. അങ്ങനെ കുറേ കമ്പ്യൂട്ടറുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് പ്രിൻ്റ് ഔട്ട് കിട്ടി നമ്മുടെ ലേഔട്ട് എങ്ങനെയാണെന്നുള്ളത്. ഇതെല്ലാം നമ്മൾ പാക്കായിട്ടാണ് തരണം. വീട്ടിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യണം. ഇതിലേതൊക്കെ പല ഇതിലുള്ള കമ്പോണൻസ്, ഡോറ്, ലൈറ്റ്, അതെല്ലാം സെപ്പറേറ്റ് വാങ്ങണം. അതിൻ്റെ പ്രൈസ് അത് ഈ ബിൽഡിങ്ങിൽ എവിടെയെന്നാണ് പോയി കളക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ഫുള്ളൊരു ലേഔട്ട്. 1600 രൂപ കേട്ടോ ഈ കാണുന്ന തെങ്ങിന്. 1600 രൂപയ്ക്ക് ഇവിടെ ഐക്കിയയിൽ വന്നാൽ, ഓസ്ട്രേലിയയിൽ വന്നാൽ തെങ്ങും കിട്ടും. നമ്മളിവിടെ ബാത്റൂമിൽ ഉപയോഗിക്കാൻ വേണ്ടി ചന്തി എഴുവാൻ വേണ്ടിയുള്ള പോട്ടാണ് കേട്ടോ ഇത്. സത്യത്തിൽ ചെടിക്ക് വെള്ളം ഒഴിക്കാനുള്ളതാണ്, പക്ഷേ ഇത് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പുള്ളിക്കാരി ഇന്ത്യയിലൊക്കെ യാത്ര ചെയ്തുകൊണ്ട് ഇത് അഡാപ്റ്റ് ചെയ്തു. നമ്മൾ കുറേ സാധനങ്ങളെടുത്തു. ഇനി ഇവിടുത്തെ മെയിൻ ഒരു ഏരിയയിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെയാണ് കേട്ടോ മറ്റേ വലിയ നമ്മുടെ കബോർഡിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നത്. യു മിസ് സംതിങ്? ഇതെവിടെ മറന്നു വെച്ചിട്ട് വന്നു. നമ്മൾ സാധനങ്ങൾ എടുക്കുന്നു, ചെക്ക് ലിസ്റ്റിൽ ടിക്കിടുന്നു, ഓരോന്നായിട്ട് പോവാണ്. അങ്ങനെ അവസാനം സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. Let's push. Are you going here? Yeah, but I still look for the piece. നമ്മളങ്ങനെ വണ്ടിയിനകത്ത് കയറി. ഫുള്ള് സാധനം, ഗ്ലാസ് വരെ അവിടെ കാണാൻ പറ്റൂല. ഹൈക്കിംഗ് എന്നെല്ലാം വന്നിട്ട് വീട്ടിൽ പണിയുണ്ടായിരുന്നു കുറച്ച്. ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ചെടിയിൽ. ഇനി ഇത് ഡിന്നർ മീലാണ് കേട്ടോ. ഇതിനു മുന്നേ കുറച്ച് യോഗട്ടും ഇതൊക്കെ കഴിച്ചു. പിന്നെ ഇവിടെ ചിക്കി സൂപ്പ്. അപ്പോൾ ഞാൻ ഇന്ന വീഡിയോ നിർത്താൻ വേണ്ടി പോവാണ്. ഗുഡ് നൈറ്റ്. Good night. ഗുഡ് നൈറ്റ് മാമ. Good night. അപ്പോൾ ഗുഡ് നൈറ്റ്, ചാവോ.